അദ്ദേഹം ഒരു മയിലിന്റെ വളക്കാണ് കൊടുത്തത്. അദ്ദേഹം ധരിച്ച ഡ്രസ്സ് നോക്കുക, നോർത്ത് ഇന്ത്യൻ ഡ്രസ്സല്ല, തമിഴ് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. തമിഴ് ഡ്രസ്സ് ധരിച്ച് വന്ന് വിളക്ക് കൊളുത്തി മയിലിനെ നോക്കി നിൽക്കുന്ന ചിത്രം ഇപ്പോഴും ഗൂഗിളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലയൺ മയൂരിയ റോയൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ അതിന്റെ സേനാധിപതിയായിട്ട് സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതി അതിലൂടെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചു വന്നതാണ്. പക്ഷെ ഇപ്പൊ ഭഗവാൻ എഴുതിയ തിരക്കഥയിൽ ഒരു റോള് വഹിച്ച് മുന്നോട്ട് പോവാണ്. ആ സമയത്ത് മോദിജി ഒരു കാര്യം പറഞ്ഞത്, കൊറോണയെ അകറ്റാൻ വേണ്ടി വിളക്ക് കൊളുത്തണം, എല്ലാവരും വിളക്ക് കൊളുത്തണം, അത് കൊട്ടണം, ഭയങ്കര ട്രോളൊക്കെ ആ സമയത്ത് ഇറങ്ങിയ സമയം. പക്ഷെ അദ്ദേഹം ശരിക്കും ചെയ്തത് പുതിയ യുഗത്തിലെ ഇന്ത്യക്കാരെ കൊണ്ട് പരിവേൽപ്പിക്കുകയാണ് ചെയ്തത്. ഒരു ദിവസം ഭഗവാൻ വരുന്ന സ്വപ്നത്തിൽ ഞാൻ മുരുകനാണ്, 30 വയസ്സിന് ശേഷം നീ എന്റെ സംരക്ഷകനാണെന്ന് പറയുന്നു. അന്ന് എനിക്ക് 28 വയസ്സാണ്. പിന്നെ ഭഗവാനെ കൊണ്ട് ഭഗവനാദർശത്തിൽ സഞ്ചരിച്ച എല്ലാ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ഇപ്പൊ ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു യാത്രയാണ്. 10,000 ഉണ്ട്, തോളോട് തോൾ ചേർന്നിട്ടുണ്ട്. ഇപ്പോ മുരുകയുഗത്തെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. മുരുകയുഗത്തിന്റെയും ഒരു പ്രധാന അല്ലെങ്കിൽ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഒരു പരംവൈഭവം തന്നെയാണ്. ശരിക്കും എന്താണ് ഈ മുരുകയുഗം, അല്ലെങ്കിൽ എന്താണ് മുരുകയുഗം, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? സിനിമാ മോഹങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ന് മറ്റൊരു തലത്തിലാണ്, വേറൊരു ഡയമെൻഷൻ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. ഇന്ന് ലയൺ മയൂരിയ റോയൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ അതിന്റെ സേനാധിപതിയായിട്ട് വർത്തിച്ചു വരികയാണ്. എങ്ങനെയാണ് ജീവിതത്തിലെ ഈ ഒരു വലിയ മാറ്റത്തിന് കാരണമായ ഒരു സംഭവം, അല്ലെങ്കിൽ അതിന്റെ ഒരു നിമിത്തം അല്ലെങ്കിൽ തുടക്കം അതെങ്ങനെയായിരുന്നു? ഈ സിനിമാ മോഹി അതൊരു കറക്റ്റായ കാര്യമാണ്. കാരണം സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതി അതിലൂടെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചു വന്നതാണ്. പക്ഷെ ഇപ്പൊ ഭഗവാൻ എഴുതിയ തിരക്കഥയിൽ ഒരു റോള് വഹിച്ച് മുന്നോട്ട് പോവാണ്. എൻ്റെ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, യുഗപ്പിറവിക്ക് മുമ്പിൽ എന്നുള്ള പുസ്തകം. 13-മൂന്നാമത്തെ കൊല്ലാണ്, 13-ാമത്തെ ഓളിമയുണ്ട്. ആൾക്കാർ അത്രയധികം സ്വീകരിച്ചു. അത് വായിച്ച ആൾക്കാരും എപ്പോഴും പറയണത് ഒരു സിനിമയുടെ ഒരു ഫീലുണ്ട്, ത്രില്ലുണ്ട്. പക്ഷെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അനുഭവങ്ങളിലൂടെ വെളിയിൽ വന്നു. അതുകൊണ്ട് ആ ബുക്ക് അതിനൊരു പ്രത്യേക ആ ഒരു ത്രില്ലർ ബുക്ക് പോലെ ഉണ്ട് എന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോ ആ ഒരു സിനിമാ കഥയുടെ ത്രില്ലർ പോലെ തന്നെയായിരുന്നു എന്റെ ജീവിതം. പക്ഷെ എഴുതിയത് ഭഗവാന്റെ ആണെന്ന് മാത്രം. അപ്പൊ അതിലൂടെ സഞ്ചരിച്ച് ഭഗവാന്റെ ഒരു പടയാളിയാണ്. അതാണ് നേരത്തെ ഉപയോഗിച്ച വാക്ക്, സേനാധിപതി. അതായത് ഗുരു എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. എന്നോട് പറഞ്ഞത് സേന, അത് കറക്റ്റാ. ഒരു ക്യാപ്റ്റനായിട്ട്, ഒരു പടയാളിയായിട്ട് ഭഗവാന്റെ നിയോഗങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ടത് നമ്മുടെ ഭാരതത്തിന് വേണ്ടി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട നാൾ വഴികളാണത്. അതില് എന്താ പറയാ, ഒരു ദിവസം ഭഗവാൻ തുടക്കം തന്നെ ഒരു 20-21 കൊല്ലം മുമ്പത്തെ കഥയെ പറയണത്. ഒരു ദിവസം ഭഗവാൻ വരുന്ന സ്വപ്നത്തിൽ ഞാൻ മുരുകനാണ്, 30 വയസ്സിന് ശേഷം നീ എന്റെ സംരക്ഷകനാണെന്ന് പറയുന്നു. അന്ന് എനിക്ക് 28 വയസ്സാണ്. അത് 23-24 കൊല്ലം മുമ്പാണ്. പിന്നെ 30 വയസ്സിൽ ഭഗവാൻ വരുന്ന ചില കാര്യങ്ങൾ പറയണു. അത് പഴനിമലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. അത് ആ പഴനിമലയിൽ ഭോഗനാഥ സിദ്ധർ വെച്ച 2ാമത്തെ വിഗ്രഹത്തിനെ കുറിച്ചായിരുന്നു. അത് ആ വിഗ്രഹത്തിനെ തേടിയുള്ള ആ യാത്ര. പിന്നെ ഭഗവാനെ കൊണ്ട് ഭോഗനാഥ സിദ്ധർ സഞ്ചരിച്ച എല്ലാ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് ഒരു 12 കൊല്ലത്തോളം സഞ്ചരിക്കുന്നു. 2004 മുതൽ 16 വരെ ഒരുപാട് കാടും മലകളൊക്കെ കയറി ഇറങ്ങി ഇന്ത്യയിലും വിദേശത്തും ഒക്കെ സഞ്ചരിച്ച് അതിന് വിട്ട് കുറെ അറിവുകളും നിൽക്കുമ്പോഴാണ് ഭഗവാൻ 2017 LMRK എന്ന ലയൺ മയൂരിയ റോയൽ കിങ്ഡം എന്ന പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യാൻ വേണത്. അത് 2017 മെയ് 1 പഴനിയിൽ ഷഷ്ടി നാൾ സ്റ്റാർട്ട് ചെയ്തു. ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഭഗവാന്റെ ഡ്യൂട്ടികൾ ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു യാത്രയാണ്. ഇപ്പൊ 10,000 ഉണ്ട്, തോളോട് തോൾ ചേർന്നിട്ടുണ്ട്. ഇപ്പൊ പലരും അതിനെ മുരുകസേന എന്ന് വിളിക്കണു. അതൊരു സന്തോഷമായ കാര്യമാണ്. ഇപ്പോ നമ്മൾ പറയുമ്പോ 28 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു യുവത്വം, ഒരു ചോരത്തിളപ്പിന്റെ ഒക്കെ ഒരു സമയമാണ്. അപ്പൊ തന്നെ സിനിമയെ കുറിച്ചിട്ടൊക്കെയാണ് സ്വപ്നങ്ങളെല്ലാം. അപ്പൊ ഇത്തരത്തിലൊരു സ്വപ്നം കാണും, നമ്മൾ എല്ലാവരും സ്വപ്നങ്ങൾ കാണാറുണ്ട്. ആ സ്വപ്നങ്ങൾ എത്രത്തോളം പ്രത്യേകത നിറഞ്ഞതാണ്, നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നത് പോലെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സ്വപ്നം കണ്ടപ്പോ ഞാൻ മുൻപ് ഇന്റർവ്യൂകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിനെ ഒരു സിനിമയാക്കാനുള്ള ഒരു തോന്നലായിരുന്നോ ഉണ്ടായിരുന്നത്, അതോ അവിടെയും ഒരു തിരക്കഥ തേടി തന്നെയാണോ ആ യാത്ര തുടങ്ങിയത്? അത് സ്വപ്നം വരുമ്പോ വേണമെങ്കിൽ വിട്ടുകളയാവുന്നതായിരുന്നു. പക്ഷെ വിട്ടുകളയാൻ തോന്നിയില്ല. പിന്നെ ഭഗവാന്റെ പറയണ അനുസരിച്ച് യാത്ര ചെയ്യുമ്പോൾ എന്റെ വിചാരം ഭഗവാൻ പറയണു, ഞാൻ ചെയ്യുന്നു.
അപ്പൊ എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. അങ്ങനെ ഞാൻ ഒരു തിരക്കഥാകൃത്തായി ഫേമസ് ആവും. അതാണ് അപ്പൊ ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യണം. അപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലത്തേക്കും ഭഗവാൻ പറയാൻ പോകുമ്പോഴും ഞാൻ ചെയ്യണത് ഭഗവാനെ ഞാൻ പോണു, പ്രാർത്ഥിക്കുന്നു, അവിടെ എത്തണം, എന്റെ ഡ്യൂട്ടി ചെയ്തു, എന്റെ തിരക്കഥ ഒന്ന് സിനിമയാക്കി തരണേ. അങ്ങനെയാണ് തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഭഗവാൻ പറയണത് കേൾക്കണം, പകരം എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും ഒരു സിനിമക്കാരനാവാൻ. ഇതായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. കുറെ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ അതല്ല എന്റെ റൂട്ട്. ഭഗവാനിലേക്ക് ചില നിയോഗങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ നിയോഗങ്ങളോട് സഞ്ചരിച്ച് കുറെ പേർക്കെങ്കിലും പ്രചോദനമാവാൻ, കുറെ പേർക്കെങ്കിലും രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തോന്നിപ്പിക്കാനുള്ള വലിയൊരു ദൗത്യമാണെന്ന് എനിക്ക് മനസ്സിലായ ശേഷം പൂർണ്ണമായി അതിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്തു. ഇന്നാണെങ്കിലോ, അന്ന് ഞാൻ നടന്നിട്ട് ഒരു കാര്യം നടക്കാണ്ടിരുന്ന സിനിമയിലത്തെ എത്രയോ ആൾക്കാരെ എനിക്കിന്ന് വളരെ നമ്മുടെ ലാലേട്ടൻ്റെ അടക്കം വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു പരിധി. അപ്പൊ നമ്മളൊന്നും തേടി പോണ്ട, നമ്മൾ ഭഗവാനിൽ എത്തിച്ചേർന്നാൽ നമ്മളെ തേടി വരും എന്നുള്ളൊരു പാഠം അതിൽ ഇപ്പൊ നമ്മള് അങ്ങയുടെ സംസാരം അല്ലെങ്കിൽ പ്രസംഗങ്ങളായാലും അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ ആണെങ്കിലും കാണുമ്പോൾ ആത്മീയതയ്ക്കൊപ്പം തന്നെ ദേശീയതയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സംസാരിക്കാറുള്ളത്. എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് എന്താണ് ആത്മീയതയും ദേശീയതയും തമ്മിലുള്ള ഒരു ബന്ധം എന്നുള്ളത്. പക്ഷെ അങ്ങയുടെ വാക്കുകളിൽ അത് വ്യക്തമാണെന്ന് തോന്നുന്നു. അതിൽ കാരണം എന്താന്ന് വെച്ചാൽ ഭഗവാൻ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. LMRKയുടെ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഭഗവാൻ നൽകുന്ന എല്ലാ ഡ്യൂട്ടിയും ആത്മീയതയായിട്ട് ബന്ധപ്പെട്ടതാണ്. ആത്മീയതയിൽ നിന്നുകൊണ്ട് ദേശീയത, ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. അതിന് ഓരോ ദൗത്യങ്ങളും അത് കണക്റ്റഡ് ആണ്. ആ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട്, നമ്മുടെ ഭക്തിയോടൊപ്പം ദേശീയത. ഭക്തിയും ദേശീയതയും ചേർന്ന് മുന്നോട്ട്. കാരണം നമ്മുടെ ഭാരതത്തിന്റെ മെയിൻ അടിസ്ഥാനം തന്നെ നമ്മുടെ സ്പിരിച്വാലിറ്റി, നമ്മുടെ സിദ്ധന്മാരായാലും നമ്മുടെ മഹാത്മാരായാലും നമുക്ക് പടുത്തുയർത്തിയ ഒരു വലിയൊരു നമുക്കൊരു അടിത്തട്ടുണ്ട്. സുമേറിയൻ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും തകർന്നപ്പോഴും നമ്മുടെ സംസ്കാരം ഇത്ര കാലം നിലനിന്ന് അതിന് മുന്നോട്ട് പോകുന്നത് ആ അടിത്തറയിൽ നിന്നാണ്. അതിൽ നമുക്ക് നമ്മുടെ മുമ്പേ സഞ്ചരിച്ച മഹാന്മാരുണ്ട്, സിദ്ധന്മാരുണ്ട്, അവരുടെ ഏറ്റവും ഇങ്ങേ തലക്കുള്ള കണ്ണികളാണ് നമ്മൾ. അതിനൊരു ആത്മീയ ബോധം അല്ലെങ്കിൽ ഒരു ആത്മീയ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ ഒരു ധൈര്യം നമുക്ക് വേണം. നമ്മൾ എവിടെയോ നമുക്ക് നമ്മുടെ ഒരു വർഷം 100, 150 കൊല്ലം, 200, 300, 400 കൊല്ലമൊക്കെ വിദേശത്ത് നിന്ന് ആൾക്കാർ ഭരിച്ചുകൊണ്ട് ഒരു അടിമ മനസ്സ് നമ്മൾ അറിയാണ്ട് നമ്മളിൽ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ നമ്മുടെയൊക്കെ തെറ്റാണ്, പുറത്തുള്ളതാണ് ശരി. അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളക്കാരൻ പറഞ്ഞ ആള് വരെ പറഞ്ഞു അപ്പൊ ഇത് ശരിയാ. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും പറയണത്. നമ്മുടെ ആത്മീയതയെ കുറിച്ചിട്ട് പോലും പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു അവര് പറഞ്ഞു നമ്മൾ, അതായത് അവരുടെ പറയുമ്പോഴാണ് നമുക്കൊരു വ്യക്തിത്വം കിട്ടുള്ളൂ എന്നൊരു തോന്നൽ എവിടെയോ വന്ന് കിടക്കുന്നത്. അതൊക്കെ മാറേണ്ട. അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത്. എല്ലാ മനുഷ്യനും, എല്ലാ മനുഷ്യന്മാർക്കും ജാതകം പോലെ രാഷ്ട്രത്തിനും ജാതകമുണ്ട്. നല്ല കാലവും പൊട്ടകാലവും ഉണ്ടാവും. ഭാരതത്തിൽ നല്ല കാലം ഉണ്ടായതും പൊട്ടകാലം ഉണ്ടായതും ഇപ്പൊ തിരിച്ചു വീണ്ടും നല്ല കാലത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ആത്മീയ അടിത്തറയാണ്. അടിത്തറയിൽ നിന്ന് ലോകത്തിന്റെ നേതാവിലേക്കുള്ള ഭാരതം പ്രയാണം ചെയ്യുമ്പോൾ അതിലൊരു കല്ലെടുത്ത് വെക്കാനുള്ള ദൗത്യമാണ് ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത എല്ലാ ദൗത്യങ്ങളും, നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം, എല്ലാ ദൗത്യങ്ങളും ഭാരതത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതിനൊക്കെ റിസൾട്ട് ഭഗവാൻ സഹായിച്ചിട്ട് നമ്മുടെ കൺമുമ്പിൽ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു സന്തോഷവും ആഹ്ലാദമൊക്കെ ഉണ്ട്. ഇപ്പോ മുരുകയുഗത്തെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. മുരുകയുഗത്തിന്റെയും ഒരു പ്രധാന അല്ലെങ്കിൽ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഒരു പരംവൈഭവം തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം സംഘത്തിന്റെ 100ാം വാർഷികമാണ്. സംഘത്തിന്റെ ലക്ഷ്യവും ഭാരതത്തിന്റെ പരംവൈഭവമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രക്രിയകളിലൂടെയാണ് ഈ 100ാം വാർഷികം സംഘം ആഘോഷിക്കുന്നത്. മോദിജി സംസാരിക്കുന്നതും ഈ പരംവൈഭവത്തെ കുറിച്ച് തന്നെയാണ്. ശരിക്കും എന്താണ് ഈ മുരുകയുഗം, അല്ലെങ്കിൽ എന്താണ് മുരുകയുഗം, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? 2013 ഇതിന്റെ മുരുകയുഗത്തിന്റെ സ്റ്റാർട്ടിങ്. അത് ഭൂമിയുടെ ആസ്ട്രൽ എർത്തിലാണ് അത് എഫക്ട് ചെയ്യുന്നത്. നമ്മുടെ ഫിസിക്കൽ ബോഡി പോലെ ആസ്ട്രൽ ബോഡി ഉണ്ട് നമുക്ക് എല്ലാവർക്കും, അതേപോലെ ഭൂമിക്കുമുണ്ട്, എർത്തിനുമുണ്ട്. ആസ്ട്രൽ എർത്തിലാണ് അത് ആരംഭിക്കുന്നത്. കാർത്തിക നക്ഷത്രക്കൂട്ടം, പ്ലീഡിയസ് സ്റ്റാർ ക്ലസ്റ്റർ, അതിൽ നിന്നുള്ള വരുന്ന രശ്മികൾ കൂടുതൽ വന്നു തുടങ്ങി. അങ്ങനെ ഭൂമിയുടെ ആസ്ട്രൽ എർത്തിൽ ഒരു ചേഞ്ച് വരുന്നു. 2020 ഫിസിക്കൽ എർത്തിൽ ഭൂമിയിൽ മുരുകയുഗം ആരംഭിക്കുന്നത്. ഏത് യുഗം ആരംഭിക്കണം ഒരു സീറോ വരും. നമ്മുടെ പുരാണങ്ങളിൽ നോക്കിയാൽ അറിയാം, ഒരു പ്രളയം വന്നിട്ട് ശേഷമാണ് പുതിയ യുഗം ആരംഭിക്കുക. ഇവിടെ നമ്മൾ ഭൂമി സീറോ ആയി ഏറ്റവും മിനിമം രീതിയിൽ, അതായത് കൊറോണ വന്നിട്ട് എല്ലാ സഞ്ചാരങ്ങളും നിന്ന് സീറോ ലെവലെത്തിയപ്പോഴാണ് അവിടെ നിന്നാണ് പുതിയ മുരുകയുഗം. പിന്നീട് ഭൂമിയുടെ എനർജി മുരുക എനർജിയാണ്. അപ്പൊ അവിടുന്ന് തൊട്ട് ആരംഭിച്ചു മുരുകയുഗം ആരംഭിച്ചു.
അപ്പൊ ഭഗവാന്റെ എനർജിയാണ് പിന്നെ എർത്തിൽ വെക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക് ആ മുരുകയുഗത്തിലായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ 2-3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കുമരികാണ്ഡം എന്ന് പറഞ്ഞ നഷ്ടപ്പെട്ടു പോയ തമിഴ് ഭൂമിക, മുരുകന്റെ സ്ഥലം, മുരുകൻ അവിടുത്തെ രാജാവായിരുന്നു. അതിനെ കുറിച്ചുള്ള അറിവുകൾ വെളിയിൽ വരും. തമിഴ് സിദ്ധന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിയിൽ വരും. ഭാരതം അതിന്റെ നേരത്തെ ഉപയോഗിച്ച എന്താ പറയാ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക്, ലോക നേതാവ് എന്നുള്ള ലെവലിലേക്ക് മുന്നോട്ട് പോകും. അപ്പൊ ആ മുന്നോട്ട് പോണ കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ വെറും 5 കൊല്ലമായിട്ടുള്ളൂ 2020. ഈ 5 കൊല്ലത്തിലുള്ള മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എത്ര പവർഫുൾ ആയിട്ടാണ്, സ്പീഡായിട്ടാണ് ഇത് പോകുന്നത്. ഇത് ഇനി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2013 ഞാൻ മുരുകയുഗം എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മുരുകയുഗം. ഇന്ന് 2025 എത്രയോ ആൾക്കാർ മുരുകയുഗം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇപ്പൊ നിങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ടറിയാം, ഒരു മുരുക വേവ് ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട്. യൂട്യൂബുകളിൽ മുരുകനെ കുറിച്ചിട്ടുള്ള ഇത് ചർച്ചകൾ വരുന്നു, സ്കന്ദപുരാണത്തിനെ കുറിച്ചിട്ടുള്ള ഇത് വരുന്നു. അങ്ങനെ എല്ലാവരും സമ്മതിക്കും. നമ്മുടെ എല്ലാ മാർക്കറ്റ് പരിപാടികളിൽ വന്ന് നോക്കുമ്പോൾ അറിയാം ഒരുപാട് യുവാക്കൾ വന്നിട്ട് അതില് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഒരു വേവ് അത് ആരംഭിക്കുന്നുണ്ട്. ആ വേവ് ആരംഭിക്കുന്നതിന് കാരണം ഈ മുരുക ഭഗവാന്റെ പവർഫുള്ളായ ഇതാണ്. ഇപ്പൊ നമ്മള് അങ്ങ് തന്നെ അങ്ങയുടെ സ്പീച്ചുകളിൽ പറയാറുണ്ട് ഈ ചൈന, ഇന്ത്യ, റഷ്യ ഈ 3 പേരുടെയും ഒരു കൂട്ടത്തെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു 3 ഐക്യം വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാം നമ്മുടെ പ്രധാനമന്ത്രി മോദിജിക്ക് ഒരു ജീവന് ഒരു ഭീഷണി വന്ന സമയത്ത് റഷ്യയും ചൈനയും ഒരുമിച്ചാണ് അങ്ങോട്ടേക്ക് മോദിജി പോകരുത്, അത് ജീവന് ഭീഷണിയാണ് എന്ന് പറയുകയുണ്ടായത്. റഷ്യ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കാരണം റഷ്യയുമായി നല്ല ബന്ധം നമ്മൾ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ചൈനയും കൂടി ഒപ്പം പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സൗഹൃദ വലയത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 പേരും ചേർന്നിട്ടുള്ള ഒരു സഖ്യത്തിലേക്ക് മാറുന്നതിനെ കുറിച്ച്. പക്ഷെ ഇതിനെക്കുറിച്ച് മുൻപേ രജിത്ജി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ ഒരു സഖ്യം എത്രത്തോളം പവർഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ ലോകത്തിന് അത് എത്രത്തോളം നല്ലതായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട്. അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഇവിടെ ഞാൻ കുറച്ച് വിശദീകരിച്ച് പറയണം. LMRK എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്തു, അതിന്റെ റിസൾട്ട് എന്താണ്, അപ്പോഴാണ് അതിന്റെ ഇത് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ 2013 മുരുകയുഗം ആരംഭിക്കുന്നത്. 2014 മോദിജി ഭരണത്തിൽ കയറണം. 2020 ഞാൻ പറഞ്ഞു ഫിസിക്കൽ അർത്ഥത്തില് മുരുകയുഗം ആരംഭിക്കണം. ഈ 2020 മോദിജി പുതിയ പാർലമെന്റ് കെട്ടാൻ തീരുമാനിക്കുന്നത്. ആ സമയമാണ് 2019-20. ഇനി കൊറോണ സമയത്താണ് ഞാൻ പറഞ്ഞു അത് 0 ടൈമിൽ പുതിയ മുരുകയുഗം ആരംഭിച്ചു. ആ സമയത്ത് മോദിജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊറോണയെ അകറ്റാൻ വേണ്ടി വിളക്ക് കൊളുത്തണം, എല്ലാവരും വിളക്ക് കൊളുത്തണം, ഇത് കൊട്ടണം. ഭയങ്കര ട്രോളൊക്കെ ആ സമയത്ത് ഇറങ്ങിയ സമയമാണ്. പക്ഷെ അദ്ദേഹം ശരിക്കും ചെയ്തത് പുതിയ യുഗത്തിനെ ഇന്ത്യക്കാരെ കൊണ്ട് വരവേൽപ്പിക്കുകയാണ് ചെയ്തത് വിളക്ക് കൊളുത്തിയിട്ട്. അത് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ ദീപാവലി അങ്ങനെ ആഘോഷിക്കുന്നത്, ശ്രീരാമൻ വിജയിച്ച് വരുന്നതിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി എല്ലാ വീട്ടിലും ദീപം കൊളുത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു. അതേപോലെ പുതിയ യുഗത്തിനെ സ്വീകരിക്കാൻ അദ്ദേഹം ഭാരതത്തിലെ എല്ലാ ജനങ്ങളെ കൊണ്ടും വിളക്ക് കൊളുത്തി സ്വീകരിക്കുക ചെയ്തു. അത് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, അന്ന് അദ്ദേഹം ഫോട്ടോ എടുത്ത് നോക്കുക ഗൂഗിളിൽ പോയിട്ട്, അദ്ദേഹം ഒരു മയിലിന്റെ വിളക്കാണ് കൊടുത്തത്. അദ്ദേഹം ധരിച്ച ഡ്രസ്സ് നോക്കുക, നോർത്ത് ഇന്ത്യൻ ഡ്രസ്സല്ല, തമിഴ് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. തമിഴ് ഡ്രസ്സ് ധരിച്ച് വന്ന് വിളക്ക് കൊളുത്തി മയിലിനെ നോക്കി നിൽക്കുന്ന ചിത്രം ഇപ്പോഴും ഗൂഗിളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. തീർച്ചയായും അറിയായിരിക്കും. അത് ഞാൻ ഇനി വരുന്നത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പൊ അദ്ദേഹം അത് ചെയ്തതാണ്. അദ്ദേഹം ആ ഫോട്ടോ തന്നെയാണ് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തത്. അദ്ദേഹത്തിന് സാധാരണഗതിയിൽ നോർത്ത് ഇന്ത്യൻ ഡ്രസ്സ് ഇട്ടല്ല വരുന്നത്, ഡൽഹിയിലാണ് അദ്ദേഹം അത് ചെയ്യണത്. പക്ഷെ അദ്ദേഹം തമിഴ് ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്, മയിലിന്റെ വിളക്കാണ് കൊടുത്തത്. മയിലിനെ നോക്കിയേക്കണ ചിത്രമാണ് പബ്ലിഷ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. മോളിക്ക് ഇങ്ങനെ നോക്കിയേക്കണ ഒരു ഇനി അദ്ദേഹം പാർലമെന്റ് വെച്ചു. പാർലമെന്റില് ഉള്ളിൽ മയൂര തീമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യ പുതിയ പാർലമെന്റില് ഉള്ളിൽ 858 സീറ്റാണുള്ളത്. കൂട്ടി 6 കിട്ടും, 6 വട വീട്. ഇനി വേറൊരു കാര്യം കൂടി പറയും. ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ കാര്യം, LMRK നടന്ന ഡ്യൂട്ടി 2018 ഫസ്റ്റ് ഡ്യൂട്ടി ഭഗവാൻ തന്നത് ഒരു മയൂര സിംഹാസനം ഉണ്ടാക്കിയിട്ട് പഴനിയിൽ പൂജിച്ച് ഇംഗ്ലണ്ടിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ 0 ടൈം സോണാണ്, ഗ്രീനിച്ച് ടൈമാണ് ആധുനിക ലോകം 0 ടൈം സോണായിട്ട് കണക്കാക്കുന്നത്. ഗ്രീനിച്ചിൽ നിന്ന് 5.5 മണിക്കൂർ മുമ്പാണ് നമ്മൾ, ചില രാജ്യങ്ങൾ പിന്നിലാണ്. ശരിക്കും പറയുക വെച്ചാൽ പുരാതന ലോകത്തില്
നമ്മുടെ ഉജ്ജയിനായിരുന്നു സീറോ ടൈം സോൺ. ഭാരതമായിരുന്നു സീറോ ടൈം സോൺ. കാരണം ഉജ്ജയിനായിരുന്നു മെയിൻ. ഉജ്ജയിനിലാണ് വിക്രമാദിത്യ മഹാരാജാവ് ഭരിച്ചിരുന്നത്. കാളിദാസൻ അടക്കമുള്ള പണ്ഡിതരുടെ സദസ്സ്, ഏറ്റവും വലിയ സദസ്സ് അദ്ദേഹം. അതായിരുന്നു സീറോ ടൈം സോൺ ഉണ്ടായിരുന്നു. ഈ സീറോ ടൈം സോണ് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഒരേ ടൈം സോൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ ടൈം വ്യത്യാസമുണ്ട്. പല സ്ഥലങ്ങളിലും 10 മിനിറ്റ് 20 മിനിറ്റിന്റെ വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു ടൈം സോൺ ആയിട്ട് കണക്കാക്കണമെന്നുള്ളൂ. ഉജ്ജയിനായിട്ട് ഏകദേശം 20 മിനിറ്റിന്റെ വ്യത്യാസം കേരളമായിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഇപ്പോഴും പഞ്ചാംഗം ഉണ്ടാക്കണമെങ്കിൽ ഉജ്ജയിൻ ടൈം വെച്ചിട്ടാണ് ഉണ്ടാക്കുക. കാരണം അതിന് സീറോ ടൈം, അതിന് പവർ ഉണ്ട്. ആ ഗ്രീനിജിന്റെ പവർ തിരിച്ച് ഭാരതത്തിലേക്ക് കൊണ്ടുവരണം. കാരണം എന്ത് ആരംഭിക്കുമ്പോൾ സീറോന്ന് ആരംഭിക്കണം. നമ്മൾ എന്ത് സീറോന്ന് ആരംഭിച്ചാലാണ് മുന്നോട്ട് പോകാനുള്ള പവർ കിട്ടുള്ളൂ. അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാന്റെ ഡയറക്ഷനിൽ മയൂര സിംഹാസനം ഉണ്ടാക്കി അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു ഇംഗ്ലണ്ടിൽ 2018. അതിനൊരു തുടർച്ചയായി യാദൃച്ഛികത എന്താ വെച്ചാൽ 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് ഉജ്ജയിലത്തെ MLA ആണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മോഹൻ യാദവ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്, അവിടെ നിയമസഭയിൽ പ്രസംഗത്തിൽ പറഞ്ഞത്, ലോകം ഉജ്ജയിന്റെ സീറോ ടൈം സോൺ ആക്കി പരിഗണിക്കാൻ കാര്യം ആലോചിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ 4 കൊല്ലം മുമ്പ് അതിനു വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പൊ അവിടുന്നാണ് തുടക്കം ചെയ്യുന്നത്. 2020 നമ്മൾ അടുത്ത കാര്യം ചെയ്യുന്നത്. അത് സ്വിറ്റ്സർലൻഡിലെ ഒരു മുരുക ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠ. ഈ കൊറോണയുടെ തൊട്ട് മുമ്പ്, ഏകദേശം അടച്ച് ക്ലോസിംഗ് ടൈമിലാണ് നമ്മളത് ചെയ്യുന്നത്. അത് മുരുകന്റെ എന്തിനോട് സ്വിറ്റ്സർലൻഡിൽ പ്രതിഷ്ഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിന്റെ പവർ ഉണ്ട്. അപ്പൊ നമ്മൾ ഉദാഹരണം പറയാ വെച്ചാൽ സിംഗപ്പൂർ പോയി നോക്കുക. സിംഗപ്പൂർ നദിയുണ്ട്. ആ നദിയുടെ ഒരു സൈഡിലാണ് ഫുൾ ബാങ്കുകളുള്ളൂ, മറ്റേ സൈഡിൽ ഒന്നുമില്ല. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് അവരോട് ചോദിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ആ ബോട്ടിൽ സഞ്ചരിച്ചാൽ മതി ആ നദി കൂടെ. അപ്പൊ ഗൈഡ് വന്നിട്ട് കഥ പറയും. അവർ പറയും ഈ സൈഡിലാണ് ബാങ്കുകളുള്ളത്, ഇവിടെ ഇല്ല. അതിന് കാരണം ചൈനീസ് വാസ്തുപ്രകാരമാണ് ഞങ്ങൾ ഈ സിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ യിങ് തത്വമാണ് അവർ വെച്ച്. ആ പവർ എടുത്ത കാരണമാണ് സിംഗപ്പൂര് പവർഫുൾ ആയത്. നമ്മൾ അമേരിക്കയിൽ ലോക പോലീസായിട്ട് നിൽക്കുന്ന, ഇപ്പൊ പൊളിഞ്ഞു തുടങ്ങി, ലോക പോലീസായിട്ട് നിൽക്കുന്ന അമേരിക്കയുടെ തലസ്ഥാനത്തിനെ കുറിച്ചിട്ട് ചരിത്രം പരിശോധിക്കുക. ജോർജ് വാഷിങ്ടൺ ആണ് അത് ചെയ്യണത്. അതിലൊരു കണക്കുണ്ട്, അവരുടെ കണക്ക്, ഇലുമിനാറ്റി കണക്ക്. ആ കണക്ക് വെച്ചിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ ഡോളർ, $1 ഡോളറിലൊരു അടയാളം കാണാം, കണ്ണൊറ്റ കണ്ണുള്ള പിരിവ്. അത് ഇലുമിനാറ്റിയാണ്. ആ പവർ വെച്ചിട്ടാണ് ഡോളർ ലോകം മുഴുവൻ കീഴടക്കിയത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഒരു പവർ ഉണ്ട്. അതേപോലെ സ്വിറ്റ്സർലൻഡിൽ മണി ഇരിക്കുന്ന ഒരു സ്ഥലം. അതുകൊണ്ടാണ് ലോകത്തെ എല്ലാ പണവും അവിടേക്ക് ആകർഷിക്കപ്പെട്ട് സ്വിസ് ബാങ്ക് എന്നുള്ള ലെവലിൽ വരുന്നത്. അവിടെ ഭഗവാന്റെ വിഗ്രഹം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് ലോകം മുഴുവൻ പ്രചരിക്കുന്ന ലെവലിലേക്ക് വിനിമയം നടക്കണം. കാരണം നമ്മളെപ്പോഴും ഡോളറിനെ ബേസ് ചെയ്തിട്ട് ജീവിച്ച പോരാ. ഭാരതം ഉന്നതിയിലേക്ക് എത്തണമെങ്കിൽ ഡോളറിനെ പൊളിച്ച് ഇന്ത്യൻ റുപ്പീസ് കയറി വരണം, വിനിമയം നടക്കണം ഇന്ത്യൻ റുപ്പീസ്. അന്ന് ഞങ്ങൾ നമ്മൾ ബാബാസാഹിബ് പ്രതിഷ്ഠിച്ചപ്പോ ഇന്ന് നോക്കൂ എത്ര രാജ്യങ്ങളില് ഇന്ത്യൻ റുപ്പീസ് ഡയറക്റ്റ് സെയിൽ ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല ഡോളറേഷനെ കുറിച്ചിട്ട് ഇപ്പൊ എത്ര ആൾക്കാർ സംസാരിക്കണം. അതിനിപ്പോ ബ്രിക്സ് കറൻസി വരുന്നു, അവർ ബോണ്ടുകൾ ഇറക്കാൻ പോകുന്നു രൂപയുടെ കണക്കില്. ചൈന ആ ഒരു പുതിയൊരു സിസ്റ്റം എല്ലാവരും ആലോചിച്ച് തുടങ്ങി കഴിഞ്ഞ് മെല്ലെ ഡോളർ മെല്ലെ താഴത്തേക്ക് പോകും. ഇത് 2020 നമ്മൾ ചെയ്തതിന്റെ ബാക്കി പത്രം.